MT വാസുദേവൻ നായരുടെ വിമർശനം അത് പിണറായിക്കിട്ടോ അതോ കേന്ദ്രത്തിനോ അതോ രണ്ടു പേർക്കിട്ടുമോ അതോ ഇവർക്ക് രണ്ടുപേർക്കുമല്ലേ? ആ വിമർശനം ടി വിയിൽ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് തോന്നിയത് അത് നേരിട്ട് ശ്രീ പിണറായി വിജയന് കൊടുത്ത ഒരടി, ചെകിട്ടത്ത് കൊടുത്ത ഒരടിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ആ അടി തന്നെ അതുപോലെ പ്രവർത്തിക്കുന്ന മറ്റാർക്ക് വേണമെങ്കിലും കൊടുത്തതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ശ്രീ പിണറായി വിജയനും ശ്രീ നരേന്ദ്രമോദിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടുപേരും സ്വന്തം ഇമേജ് വളർത്താൻ വേണ്ടി മുഖ്യമന്ത്രി പദവിയിൽ ഒരാളും പ്രധാനമന്ത്രി പദവിയിൽ നരേന്ദ്രമോദിയും ഇരിക്കുന്നു. അപ്പോൾ ഈ ഇമേജ് വളർത്തുന്ന ആ പ്രക്രിയയ്ക്കകത്ത് അവരെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളുടെ മുഖം മറക്കുക. അവർ ഏത് തരത്തിലാണ്, അതായത് ഇതൊരു ഡെമോക്രസിയാണ്, ഇവിടെ ജനങ്ങളാൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് ഭരണം നടത്തുന്നത് എന്ന് മറന്നു പോകുക. എനിക്ക് വേണ്ടി ഞാൻ എത്തിച്ചേർന്ന ഈ പദവിയിലിരുന്ന് എനിക്ക് വേണ്ടി ഭരിക്കുന്നു, എന്നാൽ തന്നെ ഈ പദവിയിൽ ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഈ പദവിയിലെത്തി എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പദവിയിലിരുന്ന് ഭരണം നടത്തുന്നു എന്ന രീതിയിൽ അവരതിന് പ്രത്യേക വ്യാഖ്യാനം കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എന്ന് പറയാം. പക്ഷേ MT വാസുദേവൻ നായർ തീർച്ചയായിട്ടും ഇത് പിണറായി വിജയന് തന്നെ കൊടുത്ത കൊട്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എവിടെയൊക്കെ കൊള്ളുമോ അവിടെയൊക്കെ കൊള്ളട്ടെ, അത് കൊള്ളുന്നത് തന്നെയാണ് നല്ലത്. അദ്ദേഹവും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അദ്ദേഹം ഇത്ര ശക്തമായി തുറന്നടിച്ചു? അദ്ദേഹത്തിൻ്റെ കൃതികൾ ആഴത്തിൽ വായിച്ചിട്ടുള്ള ആർക്കും MTയെ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയും മനസ്സിലാകും. അങ്ങനെ ബുദ്ധികൂർമ്മതയുള്ള ഒരു എഴുത്തുകാരൻ എന്തിനാണ് ഇങ്ങനെ തുറന്നടിച്ചത് എന്നതാണ് ചോദ്യം. ആല് മുളച്ചാലും അതൊരു തണലായി കാണുന്ന തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഇത്തരമുള്ള തുറന്നടിക്കൽ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവർ തട്ടിക്കളയും, അത് എനിക്കല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയും. അപ്പോൾ അങ്ങനെ തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരിട്ടുള്ള ഒരു കടന്നാക്രമണം അദ്ദേഹം നടത്തിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. MTയെ എന്താണ് പ്രകോപിതനാക്കിയത്? ഇതുപോലെ ഒരു കാര്യം പറയാനായിട്ട് എന്താണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്? അദ്ദേഹത്തിന് അറിയാം കമ്മ്യൂണിസം വന്നത് എവിടെ നിന്ന്, എന്തിനു വേണ്ടിയെന്ന്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. 1800കളിലാണ് കമ്മ്യൂണിസത്തിൻ്റെ ബീജാവാപം നടക്കുന്നത്. എപ്പോഴാണത്? അതായത് 1800കളിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യാവസായിക വിപ്ലവം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്? അതായത് ഏറ്റവും ആദ്യം വ്യാവസായിക വിപ്ലവം വേരോടുന്നത് കൈത്തറി, തുണി മില്ലിലായിരുന്നു. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന തുണി നെയ്ത്ത് യന്ത്രമാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്ന വ്യവസായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച യന്ത്രം. ആ യന്ത്രത്തിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് എല്ലാ തരത്തിലുള്ള യന്ത്രവൽകൃത വ്യാവസായിക വിപ്ലവത്തിലേക്കുമാണ് മുന്നേറിയത്. ആ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതായത് വലിയ സൂര്യപ്രകാശമൊന്നും കടക്കാത്ത ഇരുളടഞ്ഞ മുറികൾ, ആ മുറികളിലായിരിക്കും ഈ യന്ത്രങ്ങളെല്ലാം വെച്ച് നിറയെ തൊഴിലാളികൾ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ളവരാണ് തൊഴിലാളികൾ? 5 വയസ്സിന് മുകളിലോട്ടുള്ള കൊച്ചു കുട്ടികളായിരിക്കും. അന്ന് സ്കൂളിംഗ് ഒന്നും ലിറ്ററസി എന്നൊന്നും പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളായിരിക്കും ഈ മെഷീൻസ് തിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ 4-5 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ഫോർമാൻ വന്ന് ആഞ്ഞടിക്കും ചാട്ടവാറുകൊണ്ട്. ആ അടി കൊണ്ട് വീണ്ടും അവർ ജോലി ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ കുട്ടികൾ ആ മെഷീനിലേക്ക് തന്നെ ഉറങ്ങി വീണ് നുറുങ്ങി പുറത്തു വീഴുന്ന അവസരങ്ങൾ. അതുപോലെ തന്നെ ഗർഭിണികൾ 16 മണിക്കൂറോളം ജോലി ചെയ്യുന്ന സാഹചര്യം, പുരുഷന്മാർ 22 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന സാഹചര്യം.
ഇങ്ങനെ ക്ലിഷ്ടമായ അന്തരീക്ഷത്തിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് ജീവൻ നിലനിർത്താനുള്ള ശമ്പളം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അയൺ ലോ ഓഫ് വേജസ്, അതായത് വേതനത്തിൻ്റെ ഇരുമ്പ് നിയമം. വേതനത്തിൻ്റെ ഇരുമ്പ് നിയമം എന്താ പറയുന്നത്? ആ ജീവനും ആത്മാവും ഒന്നിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള ശമ്പളമേ കൊടുക്കാവൂ എന്ന്. കാരണം കൂടുതൽ കൊടുത്താൽ ഇവർ പ്രബുദ്ധരാകും, ഇവർ ഈ മുതലാളിത്തത്തിന്, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ അയൺ ലോ ഓഫ് വേജിൽ ഇതുപോലെ ജീവൻ നിലനിർത്തത്തക്ക രീതിയിലുള്ള വേതനവും ഒക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്ര ക്രൂരമായ രീതിയിൽ തൊഴിൽ മേഖലകളിൽ പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ക്രൂരമായി അടികൊള്ളുകയും കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജർമ്മൻകാരനായ കാൾ മാർക്സ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗവേഷണാർത്ഥം വായിക്കാനും പഠിക്കാനുമായി ജർമ്മനിയിൽ നിന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഇറങ്ങി നടന്ന് ഈ വ്യാവസായിക അന്തരീക്ഷമെല്ലാം കാണുമായിരുന്നു. അങ്ങനെ ഹൃദയം തകർന്നാണ് അദ്ദേഹം സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന മുദ്രാവാക്യവും വിളിച്ച് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ അനുരണനമാണ് 1848 അദ്ദേഹം പുറത്തിറക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിനുശേഷം ആണ് 1860കളിലാണ് അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റലൊക്കെ വരുന്നത്. ആദ്യ വാല്യം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരിക്കുന്നു. ബാക്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എംഗൽസാണ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്രയും കൊണ്ട് അവിടെ നിൽക്കട്ടെ. അങ്ങനെ പ്രബുദ്ധരാക്കിയ തൊഴിലാളികൾ, ആ തൊഴിൽ ശക്തിയാണ് പിൽക്കാലത്ത് നമുക്കറിയാം കേരളത്തിലേക്ക് വന്നത്. അതായത് സർവ്വലോക ലോകക്രമത്തിന് തന്നെ മാറ്റം വരുത്തിയത് ആ മാർക്സിയൻ ഫിലോസഫി വെച്ചാണ്. ബോൾഷെവിക് റവല്യൂഷൻ 1917-18 കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് തൊഴിലാളികളുടെ അവസ്ഥ മാറുന്നത്, അവരവരുടെ അവകാശങ്ങളെപ്പറ്റി അവബോധമുള്ളവരാകുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും തൊഴിലാളികളിലേക്ക് അവരുടെ അവകാശബോധം ആളിക്കത്തിക്കാനായിട്ട് ആ കമ്മ്യൂണിസ്റ്റിന് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസം തന്നെയാണ് കേരളത്തിലും 1960കളിൽ, അതിന് മുൻപേ തുടങ്ങി. പക്ഷേ 1960കളിലൊക്കെ നമുക്കറിയാം സമസ്ത മേഖലകളിലേക്കും ജന്മി കുടിയാൻ ബന്ധം നിലനിന്ന കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഈ യൂണിയൻ, അതായത് കമ്മ്യൂണിസം, അതിൻ്റെ പ്രചാരകരായിട്ട് ഇറങ്ങിച്ചെല്ലുകയും അങ്ങനെ ആണ് ഇവിടെയും അതായത് ഈ അവകാശബോധം തൊഴിലാളികളിലുണ്ടായി. അത് അവരുടെ പ്രബുദ്ധതയ്ക്കും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും സഹായകമായി. അപ്പോൾ പക്ഷേ ഒരു കാര്യം മറന്നുപോയി. അങ്ങനെ ചെയ്ത ആ കമ്മ്യൂണിസം ഇന്ന് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വലിയ പരിധി വരെ സഹായിച്ച ആ കമ്മ്യൂണിസം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മുടെ MT വാസുദേവൻ നായർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് ആ കമ്മ്യൂണിസം കേരളത്തിൻ്റെ കാർഷിക മേഖലയെ അടിച്ചു തകർത്തിരിക്കുന്നു. ഇവിടെ യാതൊരു വ്യവസായത്തിനും നിലനിൽപ്പില്ല എന്ന് പറയത്തക്ക രീതിയിൽ വ്യവസായത്തെ കൊന്നുകുഴിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ വ്യവസായം തുടങ്ങണമെന്ന് വിചാരിച്ച് പ്രവാസികൾ കേരളത്തെ ഏറ്റവും അധികം താങ്ങിപ്പിടിച്ച് ഈ നിലവാരത്തിലേക്ക്, ഈ ഉപഭോക്തൃ മേഖലയിലും ഒക്കെ ഇത്ര വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ച പ്രവാസികൾ അവരുടെ പ്രവാസം വിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു വ്യവസായം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അവർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു. ആർക്കും ഒരു വ്യവസായം തുടങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ലേബർ യൂണിയനുകൾ, തൊഴിലാളി യൂണിയനുകൾ, ലേബർ മിലിറ്റൻസി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് മാർക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു തൊഴിലിൽ നിങ്ങളുടെ വൈദഗ്ധ്യം പോരാതെ വരുമ്പോൾ നിങ്ങൾ റീസ്കിൽ ചെയ്യണം, അതായത് നിങ്ങളുടെ വൈദഗ്ധ്യം പുതുക്കണം, നിങ്ങൾ ആ പുതിയ വൈദഗ്ധ്യത്തിലേക്ക് കടന്നു കയറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വൈദഗ്ധ്യമില്ല ഒരു തൊഴിലിനെങ്കിലും നോക്കുകൂലി ചോദിക്കൂ എന്നല്ല മാർക്സ് പറഞ്ഞിരിക്കുന്നത്. ആ മാർക്സ് ഇപ്പോൾ കടന്നു വന്നാൽ നോക്കുകൂലി ചോദിക്കുന്നവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ആ മാർക്സിയൻ ഫിലോസഫിയെ അടിമുടി മാറ്റിമറിച്ച് മലീമസമാക്കിയ ഒരു ജനതയെ കണ്ടുകൊണ്ടാണ് MT വാസുദേവൻ നായർ ഇങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിന് പറയാവുന്നത്ര ശക്തിയോടെ
അദ്ദേഹം ആരോഗ്യമൊക്കെ ക്ഷയിച്ചു വരുന്ന പ്രായത്തിലാണ്. എന്നിട്ട് പോലും പറയാവുന്നത്ര ശക്തിയോടുകൂടി അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ ഇത്തരമൊരു മൊഴിഞ്ഞത്, ഒരു പ്രതികരണം നടത്തിയത്, ഇതൊക്കെ ഓർത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി. ഒരു മാർക്സിസ്റ്റുകാരനോട് ചോദിച്ചാൽ എന്താണ് ഫാഷിസം, ഇവിടെ അതല്ലല്ലോ, ഇവിടെ കമ്മ്യൂണിസം അല്ലേ എന്ന് ചോദിക്കും. അവർക്ക് കമ്മ്യൂണിസം എന്താണെന്നോ ഫാഷിസം എന്താണെന്നോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചോദിക്കുന്നത്. അവർ പഠിക്കട്ടെ എന്താണ് കമ്മ്യൂണിസം എന്ന്, അവർ പഠിക്കട്ടെ എന്താണ് ഇന്ന് കേരളത്തിലെ CPMക്കാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും കമ്മ്യൂണിസത്തിൻ്റെ പിന്നെ അതാണ് ച്യുതി എത്രമാത്രം താഴേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാകും നമുക്ക്. ഇന്ന് എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസം ഉണ്ടോ? ഒരിടത്തും കമ്മ്യൂണിസം ഇല്ല. മാർക്സ് ഈ ലോകത്ത് വന്നാൽ ഏറ്റവും വലിയ ദുഃഖിതനായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ, അദ്ദേഹം പടുത്തുയർത്തിയ ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കാലഹരണപ്പെട്ടുപോയി. ഇവിടെ ലോകത്ത് മുഴുവനും അതായത് അതില്ലാതെയായി, എവിടുന്ന് ഡിസപ്പിയർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത്തരം ഒരവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ദുസ്ഥിതി MT വാസുദേവൻ നായർ കൃത്യമായി, അതായത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ തൊഴിൽ കിട്ടുന്നില്ല, അവരെല്ലാം വിദേശത്തേക്ക് പഠനത്തിനെന്ന രീതിയിൽ പോവുകയാണ്. അവിടെ പോയി അവരെത്ര മോശമായ ജോലി ചെയ്താലും എങ്ങനെയും വിദേശത്ത് പോയാൽ മതി കേരളം വിട്ട് എന്നാണ്. കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അത് ഇവിടെ വ്യവസായങ്ങളില്ല, ഇവിടെ കൃഷി ഇല്ലെന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1975 8,75,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്ന കേരളത്തിൽ 8,75,000 ഹെക്ടറിൽ നിന്ന് 1,93,000 ഹെക്ടറിലേക്ക് നെൽകൃഷി ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ തോട്ടം മേഖല, നമ്മുടെ സമസ്ത കാർഷിക മേഖലകളും പ്രതിസന്ധിയിലാണ്. ഇവിടെ കൃഷിയിൽ അപ്പോൾ ഇനി ജീവിക്കാൻ പറ്റുമോ എന്ന് ഇവർക്ക് സംശയമാണ്. അല്ലെങ്കിൽ അത്ര കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുന്നവർ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് പദ്ധതികളുമായിട്ട് കേരളത്തിലെത്തണം. അതുപോലെ തന്നെയാണ് വ്യാവസായിക മേഖല. ഇതാ പുതിയ പദ്ധതികളുമായിട്ട് ക്യാപ്കോ എന്നും പറഞ്ഞിട്ട് മന്ത്രി രാജീവ് ഒരു പദ്ധതിയുമായിട്ട് കഴിഞ്ഞ ഓണത്തിന് വന്നു. എവിടെ പോയി? ഒന്നും കാണാനില്ല. ക്യാപ്കോ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അങ്ങനത്തെ സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ അങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടത്തും. മന്ത്രി റിയാസ് എന്തൊക്കെ മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് കിഫ്ബി വഴിയായിട്ട് നടത്തുമെന്ന് പറഞ്ഞത് മന്ത്രി ഐസക് പറഞ്ഞു. 2017 തന്നെ പറഞ്ഞു, ഇതാ ഇവിടെ നിന്ന്, അതായത് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് വ്യവസായ ഇടനാഴി. എവിടെ? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ മാത്രം ആ വ്യവസായ ഇടനാഴി കിടക്കുകയാണ്. അതുപോലെ എത്രയെത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു, ഒരു പദ്ധതി പോലും കര കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ഇവിടെ നിന്ന് യുവജനതയെല്ലാം ഒഴിഞ്ഞുപോയി. ഓർമ്മിക്കുന്ന സുഹൃത്തുക്കളെ, 11 ലക്ഷം വീടുകളാണ്, അതായത് പലേഷ്യസ് ആയിട്ടുള്ള വീടുകളാണ് പ്രവാസികൾ നിർമ്മിച്ച് ഇപ്പോൾ ആരോരുമില്ലാതെ, ഒരു പക്ഷേ ഒരു വൃദ്ധനായ ഭർത്താവും ഭാര്യയും മാത്രം കണ്ടേക്കാം, വേറെ ആരുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് കേരളത്തിൽ. ഇനിയും എത്രയെത്ര ലക്ഷം വീടുകൾ അതുപോലെ കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം ഇങ്ങനെ പോയാൽ പോകുന്നത്. ഇതൊക്കെ കണ്ട്, ഇതൊന്നും കാണാതെയല്ല MT വാസുദേവൻ നായർ, കൂർമ്മ ബുദ്ധിയുള്ള വലിയ കലാകാരൻ. ആ വലിയ കലാകാരൻ കണ്ട അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേപ്പറ്റിയുള്ള എല്ലാ ചിന്തകളും അദ്ദേഹത്തിനുണ്ടാകും. ആ ചിന്തകളിൽ നിന്നാണ് അദ്ദേഹം ഇത്ര രൂക്ഷമായ ഒരു വിമർശനവുമായി മുൻപോട്ട് വന്നത്. അദ്ദേഹത്തിന് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.